ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിഗൂഢമായ വിദ്യകളാണ്. ഇതിന്റെ ജ്ഞാനമാഖ്യാതരമയ, ഞാൻ നിഗൂഢമായ വസ്തുതകളൊക്കെ നിനക്ക് പറഞ്ഞു തന്നു. പക്ഷെ എങ്കിലും വിമർശിച്ച വിശേഷേണ ഇതാച്ചസിതാകുന്നു. ഇതൊക്കെ വിമർശിച്ച് പഠിച്ച് നിന്റെ മനസ്സിലിട്ട് ചിന്തിച്ച് ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നീ വിശ്വസിക്കൂ എന്നാണ്. ലോകമെമ്പാടും പ്രസിദ്ധമായ ഭഗവത്ഗീതയിൽ കുരുക്ഷേത്ര യുദ്ധ രണാങ്കണത്തിന് നടുവിൽ അതിസങ്കീർണമായ അവസ്ഥയിൽ എന്റെ ബന്ധുജനങ്ങളെയൊക്കെ ഞാൻ കൊല്ലണമോ? എനിക്ക് രാജ്യം വേണ്ട, രാജ്യസുഖം വേണ്ട, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ആരെയും കൊല്ലാനും വയ്യ, എനിക്ക് അധികാരമൊന്നും വേണ്ട കൃഷ്ണ, എന്റെ കയ്യിൽ നിന്ന് ഗാന്ധിയുമൊക്കെ വഴുതി പോകുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു, എനിക്ക് ദേഹമാകെ വിരൽ പിടിക്കുന്നു എന്ന് പറഞ്ഞ അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് നിഗൂഢമായ വിദ്യകളായി 18 അധ്യായങ്ങളിലൂടെ ആ ഭഗവത്ഗീത മുഴുവൻ അർജുനന് ഉപദേശിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഗീതയുടെ അവസാനം പറഞ്ഞു കൊടുക്കുന്നത്, നീ ഇതെല്ലാം ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ പകർന്നു എന്നാണ്. ഭഗവത്ഗീതയുടെ മാത്രമല്ല, ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും ഈ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഗുരുവിന്റെയും ശിഷ്യന്റെയും ഉപദേശ രൂപത്തിലാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളോട് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ്. സൂതശൗനകാദികളുടെ രൂപത്തിൽ ഭാഗവതമാണെങ്കിൽ ഉമാമഹേശ്വരന്റെ രൂപത്തിൽ രാമായണം. അമ്മ പാർവതീദേവി എല്ലാ സംശയങ്ങളും മഹാദേവനോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ് ഈ രാമതത്വത്തെക്കുറിച്ച്. അത്രയും നിഗൂഢമായ രാമതത്വം ആധ്യാത്മിക വഴി ആത്മീയ അന്വേഷകർക്ക്, ഈശ്വര ആരാധകർക്ക്, സാധകർക്ക് ഉയരാനും വളരാനും ആധ്യാത്മിക ഉന്നതി നേടാനും സാധിക്കുന്നത് പോലെ ഒരു നിരീശ്വരവാദി എന്ന നിലയിലോ സാധാരണപ്പെട്ട ഒരു ജനങ്ങൾ നമ്മളെ പോലെയുള്ള ഈ ജീവിത യാത്രയിൽ കിടന്നൊഴുകുന്നവർക്കൊക്കെ ഈ രാമായണം ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നിങ്ങളുടെ കൂടി അനുഭവത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കേരളത്തിലെ വിവരാവകാശ കമ്മീഷണറായി റിട്ടയർ ചെയ്ത ഡോക്ടർ സിബി മാത്യൂസ് IPS എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കേരളത്തിലെ കൂട്ട ആത്മഹത്യകളെ കുറിച്ചൊരു ഗവേഷണം നടത്തി. എല്ലാ ദിവസത്തെയും പത്രങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അതിനൊരു ഫ്രണ്ട് പേജിൽ ഒരു ചിത്രവും ഒരു വാർത്തയും കാണാം, സാമ്പത്തിക കടക്കണി മൂലം ഒരു കുടുംബം ആത്മഹത്യ ചെയ്യുകയാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. മക്കളെ കിണറ്റിലെറിഞ്ഞ് കൊന്നതിന് ശേഷം അമ്മയും അച്ഛനും വിഷം കഴിച്ചു മരിച്ചു. മക്കൾക്ക് വിഷം കൊടുത്തതിന് ശേഷം അച്ഛനും അമ്മയും കെട്ടിത്തൂങ്ങി. ഇങ്ങനെയുള്ള വാർത്തകൾ പത്രത്തിന്റെ 1-ാം പേജിൽ പണ്ട് സ്ഥാനം പിടിച്ചിരുന്നു. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി, എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയധികം ആളുകൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ജീവൻ അവസാനിപ്പിച്ചതിന് ശേഷം അവരെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്ന് അദ്ദേഹം ഒരു കൗതുകത്തിന് വേണ്ടി ഇങ്ങനെ ആരംഭിച്ചു. അത് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല മുതൽ കാസർഗോഡ് ജില്ലയിലെ ഹോസ്പിറ്റൽ വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിലെ കൂട്ട ആത്മഹത്യകളുടെ റെക്കോർഡുകൾ എടുത്ത് പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ആ ആത്മഹത്യയെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പഠിച്ചത്. അദ്ദേഹം അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് PhD തീസിസായി അദ്ദേഹം ആ പ്രബന്ധം സമർപ്പിച്ചു. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ PhDക്ക് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ആ പുസ്തകം മലയാളി ഇങ്ങനെ മരിക്കണോ എന്ന തലക്കെട്ടോടുകൂടി നമുക്ക് പുസ്തകങ്ങളിൽ വാങ്ങിക്കാൻ കഴിയും. ആ പുസ്തകത്തിൽ ബഹുമാന്യനായ ഡോക്ടർ സിബി മാത്യൂസ് IPS അത് ഗ്രന്ഥമാക്കിയപ്പോൾ അതിന് അവതാരിക എഴുതിയിട്ടുള്ളത് കേരളത്തിലെ എക്കാലത്തെയും പ്രിയങ്കരിയായ കവയത്രി സുഗതകുമാരി ടീച്ചറാണ്. സുഗതകുമാരി ടീച്ചറും ഒപ്പം പുസ്തകത്തിൽ ആധികാരികമായി അദ്ദേഹം പറയുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂട്ട ആത്മഹത്യ ചെയ്യുന്നത് ഇനി ഭാരതത്തിലാണ്. ഭാരതത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിപ്പേരുള്ള കേരളത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ ആത്മഹത്യ നടക്കുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹം വിവരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബപരമായ
സമൂഹമാണ്. അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽ ജനിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ഹിന്ദു വിഭാഗത്തിലാണ്. അതിന് കാരണം 3 അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒന്ന്, കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ ആത്മീയ ദാരിദ്ര്യം. 2, ഹിന്ദു സമൂഹത്തിലെ അമിതമായ മദ്യപാനാസക്തി, ലഹരിയുടെ ആസക്തി. 3, ദൂർത്തു നിറഞ്ഞ ജീവിതം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയല്ല, ഒരു 100 രൂപയോ മറ്റോ കൊടുത്താൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിച്ച് വായിക്കാം. ഒരുപക്ഷെ നമ്മുടെ ആചാര്യന്മാർ പറയുമ്പോഴോ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുമ്പോഴോ ഇതിനെ മുഖം ചൊളിച്ച് ഒരു പുച്ഛ പരിഹാസ രൂപത്തിൽ നടന്നുള്ളൂ നമ്മുടെ ആളുകൾ. നമ്മൾ വലിയ ഈശ്വര വിശ്വാസികളൊന്നും നടിക്കുന്നുണ്ട്. നമുക്ക് ഈശ്വര വിശ്വാസം എന്നത് പോലും നാട്യമാണ്. സ്നേഹം എന്നത് ഒരു നാട്യമാണ്. മക്കളോടുള്ള സ്നേഹം അത് നാട്യമാണ്. രക്ഷകർത്താക്കളോടുള്ള സ്നേഹം അത് നാട്യമാണ്. എല്ലാം നടിക്കുന്നവരായി വലിയ നടിയും നടനുമായി നമ്മൾ മാറുമ്പോഴാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ആത്മഹത്യയ്ക്ക് വേണ്ടി കയറെടുക്കുന്നത്. ഈ അവസരങ്ങൾ രാമായണത്തുമായി നമുക്ക് എങ്ങനെ ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കും? എന്തുകൊണ്ടാണ് രാമായണം കർക്കിടക മാസത്തിൽ മാത്രമല്ല, രാമായണം വായന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചിരുന്നു എന്നൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ പക്ഷേ പണ്ട് ദാരിദ്ര്യമുള്ള കാലത്ത് മഴയൊക്കെ ആയിരുന്നു. ഇന്നത്തെ പോലെയല്ല. പണ്ട് കർക്കിടകത്തിൽ തിരിമുറിയാതെ എന്നാ പറയുന്നത്. ഇതൊരു തുള്ളി വെള്ളം കിട്ടാനുണ്ടാവും. കർക്കിടകത്തിൽ ഒരു മഴ പോലും ഞങ്ങളുടെ കർക്കിടക പെയ്തിട്ടില്ല. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ രാമായണം ആളുകൾ വായിച്ചിരുന്നിരിക്കാം. രാമായണമൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്ന ആളുകൾ. പക്ഷെ 1980-കളിൽ നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് നടന്ന വലിയ ഹിന്ദു മഹാസമ്മേളനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ അക്കാലത്തെ താന്ത്രികാചാര്യനായിരുന്ന സ്വർഗീയ പി മാധവജിയുടെയും പി പരമേശ്വരജിയുടെയും ഒക്കെ നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിൽ രാമായണ മാസ നമ്മൾ സാർവത്രികമായി ആഘോഷിക്കാൻ തുടങ്ങി. അതിനൊപ്പം നമ്മുടെ ആരാധനാലയങ്ങളിലും വീടുകളിലുമൊക്കെ ആയി ചെറുതായി ഒരുങ്ങിയിരുന്ന രാമായണ പാരായണത്തെ ഇത്ര സാർവലൗകികമാക്കിയത് ഈ രാമായണ മാസ ആചരണമാണ്. അങ്ങനെയെങ്കിലും ഈ ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ ഈ പൊതു സമൂഹത്തിന് ഈ രാമന്റെ മഹത്വം മനസ്സിലാവട്ടെ എന്നൊരു പക്ഷേ ആചാര്യന്മാർ കരുതിയിരുന്നിരിക്കാം. ഈ ലോകമെമ്പാടും ഭാരതമെമ്പാടും രാമൻ എന്നത് ഒരു വികാരമാണ്. രാം രാം എന്നാണ് ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ അഭിസംബോധന ചെയ്യുന്നു. ജയ് സീതാറാം എന്ന് അഭിസംബോധന ചെയ്യുന്നവർ നമ്മൾ ഹലോ എന്ന് കൈയെടുത്ത് പറയുന്നതിന് പകരം ജയ് സീതാറാം എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ പോയി കാണാൻ സാധിക്കും. എന്തിനാണ് ഈ രാമൻ ഇത്രയും ആളുകളുടെ സിരകളിൽ ഇത്രയും ആവേശമായി മാറിയത്? അതാണ് രാമന്റെ മഹത്വം എന്ന്. ഇന്നും ലോകത്തിൽ ഇങ്ങനെയൊരു മകൻ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവർക്കും പണ്ട് കാലത്ത് മക്കളുടെ പേരിടുമ്പോൾ രാമൻ എന്ന് പേരിടുവാൻ, കുഞ്ഞിരാമൻ എന്ന് പേരിട്ട്, രാമകൃഷ്ണൻ എന്ന് പേരിട്ട്, രാമൻ എന്ന് പേരിട്ട് ഒരുപാട് കുട്ടികൾക്ക് പണ്ട് കാലത്ത് പേരുണ്ട്. രാമ എന്ന് വിളിക്കുമായിരുന്നു. നമ്മൾ പണ്ട് കാലത്ത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതികളൊക്കെ ആവുന്നതിന് മുമ്പ് ആദ്യം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തന്നെ രാമ ഈസ് പ്ലേയിങ് എന്നാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ അതൊക്കെ മാറി. മതേതരത്വത്തിന്റെ പേരിലൊക്കെ രാമനെ വെട്ടിമാറ്റിയപ്പോൾ അങ്ങനെ മാറി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം ഇംഗ്ലീഷ് പഠിച്ചത് അങ്ങനെയാണ്. ഒരുപക്ഷെ 4ാം ക്ലാസ്സിലൊക്കെയാണ് പണ്ട് കാലത്ത് ഇംഗ്ലീഷ് തുടങ്ങുന്നത്. അപ്പോൾ രാമ ഈസ് പ്ലേയിങ്, സീത ഈസ് ക്രൈങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ രാമനും സീതയും അത്രയും ഫെമിലിയറായി അത്രയും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അവർ പഠിക്കുന്നതിന് പോലും അങ്ങനെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാക്കുന്നത്. അപ്പൊ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണ് നമുക്ക് ഇത്രയും മഹാനായത്, മഹത്വമായത് എന്ന് ചോദിച്ചാൽ, വാൽമീകി മഹർഷിയോട് നാരദൻ പറഞ്ഞ മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു മഹാപുരുഷൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. സമാധി എന്ന പേരിൽ വളരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഈ പക്ഷികൾ തമ്മിൽ ഒരു പന്തയം വെച്ചു. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞ് അനുജനും ജ്യേഷ്ഠനും തമ്മിൽ ചെറിയ പ്രായത്തിലൊക്കെ പന്തയം വെച്ച് സൈക്കിൾ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ പന്തയം വെച്ച് മാങ്ങ എറിഞ്ഞിടുന്നത് പോലെ ഈ സമ്പാദിയും ജടായും കൂടി പന്തയം വെച്ച് നമ്മൾ ആരാണ് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ദിവസം 2 പേരും കൂടി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന്
സൂര്യഭഗവാന്റെ അടുത്തേക്ക് പറക്കാൻ ശ്രമം ആരംഭിച്ചു. അങ്ങനെ ഉയരത്തിലേക്ക് പറന്നുപോയി രണ്ടു പക്ഷികളും. അങ്ങനെ മുമ്പേ പറക്കുന്നത് സ്വാഭാവികമായിട്ടും കരുത്തുറ്റ ചിറകുകളുള്ള സമ്പാദ്യ പക്ഷിയായിരുന്നു. കാരണം അത് മൂത്ത പക്ഷിയാണ്, ജ്യേഷ്ഠ പക്ഷിയാണ്. മുമ്പേ പറന്നു പോകുമ്പോഴും ഇടയ്ക്കൊക്കെ എപ്പോഴും പലപ്പോഴും ഈ സമ്പാദ്യ പക്ഷി തന്റെ കഴുത്ത് തിരിച്ച് പുറകോട്ട് നോക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ അനുജൻ എവിടെ വരെ എത്തി, ഈ ജീവിത പ്രയാണത്തിൽ എന്റെ കൂടപ്പിറപ്പ് എവിടെ വരെ എത്തി എന്ന് സമ്പാദ്യ പക്ഷി നോക്കും. ഇന്ന് കൂടപ്പുറപ്പിലെ ചവിട്ടി തൊഴിച്ച് ഏതെങ്കിലും കുഴിയിൽ ഇട്ടിട്ട് എനിക്ക് പറക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് രാമായണത്തിലെ പക്ഷി ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എന്റെ അനുജൻ എവിടെ എത്തി. അങ്ങനെ പറന്ന് കിലോമീറ്ററുകൾ പോകുമ്പോ ഈ കുഞ്ഞു പക്ഷിയുടെ ചിറകുകൾ സൂര്യന്റെ അതികഠിനമായ ചൂടേറ്റ് കരിയാൻ തുടങ്ങുന്നതായി സമ്പാദിക്ക് സഹിക്കാൻ കഴിയില്ല. പെട്ടെന്ന് തിരികെ പറന്നു വന്ന് തന്റെ സ്നേഹവും വാത്സല്യവുമാകുന്ന രണ്ടിന്റെ ചിറകുകൾ കൊണ്ട് അനിയനെ പാറോട് ചേർന്ന് കെട്ടിപ്പിടിച്ചു. സമ്പാദി പക്ഷിക്ക് സ്വന്തം അനുജനെ രക്ഷിക്കാൻ വേണ്ടി നടത്തി പരിശ്രമത്തിൽ നഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാം. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സമ്പാദി പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. തന്റെ കൂടപ്പിറപ്പിനെ സഹോദരൻ എന്നാണല്ലോ പറയുന്നത്. ഒരു ഉദരത്തിൽ പിറന്നവൻ, ഉദരത്തിൽ പിറന്നവൻ എന്നാണ് അവാക്യ. എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നോടൊപ്പം പിറന്നവനാണ് അവൻ. മരണത്തിനോടടുക്കുന്ന ചൂട് കൊണ്ട് പെട്ടെന്ന് വന്ന് രക്ഷിച്ചു. അങ്ങനെ സമ്പാദി പക്ഷിയുടെ രണ്ട് ചിറകും കരിഞ്ഞു പോയി. ഈ പക്ഷികൾ ഇര തേടുന്നത് എങ്ങനെയാണ്? മരത്തിലൊക്കെ ഒഴിച്ചിരിക്കും. ഏതെങ്കിലും ഒരു ഇര വന്നാൽ അത് പറന്നു നിന്ന ഇരയെ കൊത്തിയെടുക്കും. സമ്പാദി പക്ഷിക്ക് പിന്നെ ഒരിക്കലും ഇര നേടേണ്ടതായി വന്നില്ല. പറന്നുപോയി വേണ്ട ഇര തേടാൻ. എന്തെങ്കിലും ഇരകൾ തന്റെ അടുത്തേക്ക് വന്നാൽ മാത്രമേ പിന്നെ ഇര തേടാൻ കഴിയുള്ളൂ. വെള്ളം കുടിക്കാൻ പോലും പറന്ന് നടക്കാൻ എവിടെങ്കിലും പോയി വേണം കുടിക്കാൻ. അങ്ങനെ സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ തന്റെ രണ്ട് ചിറകുകളും ശേഷിയും സമ്പത്തും എല്ലാം നഷ്ടപ്പെടുത്തിയ സമ്പാദി പക്ഷിയുടെ കഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റിന്റെ പേരിൽ ചങ്ങല ഇട്ടപ്പോൾ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നതിന്റെ പേരിൽ കടമുറി വീതം വെച്ചപ്പോ കക്കൂസ് ഇപ്പുറത്തായി പോയതിന്റെ പേരിൽ എന്തെങ്കിലും കൊലപാതകങ്ങൾ നടക്കുമായിരുന്നു. ഈ സമ്പാദി പക്ഷിയിലൂടെ വാൽമീകി മഹർഷി പറഞ്ഞു തന്നത് സഹോദര സ്നേഹത്തിന്റെ ഒരിക്കലും വിലമതിക്കാനാവാത്ത മൂല്യമാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടില് ഇവിടെ ഇരിക്കുന്നവർ സാധാരണക്കാരായി ജനിച്ചവരും വളർന്നവർക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വീട്ടിൽ 3, 4, 5 ആണുങ്ങളിൽ 2, 3 പെൺകുട്ടികളുമായി 7-8 മക്കൾ കാണും. അമ്മമാർ സാധാരണ ജോലിക്കൊന്നും പോയില്ല. പോകാൻ കഴിയില്ല. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തി അവരെ പാലുകൂടി മുതിർന്ന വീട്ടിലെ മൂത്ത മക്കൾക്ക് അങ്ങനെയാണ്. വീട്ടിലെ അഞ്ചനെയൊക്കെ വളർത്തണം. മൂത്ത ചേച്ചിമാരെ പോകാൻ കഴിക്കാതെ ഒരുപാട് വീട്ടുകൾ കാണാം. ആ ഇളയ കുഞ്ഞുങ്ങളെ അമ്മയെ പോലെ കൊണ്ടു നടന്ന് വളർത്തുന്നതൊക്കെ വീട്ടിലെ മൂത്ത ചേച്ചിമാരൊക്കെ. മൂത്ത ജ്യേഷ്ഠന്മാരൊക്കെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇവരെയൊക്കെ കൊണ്ടു നടക്കും. സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കും, ഇവരെ മരം കയറാൻ പഠിപ്പിക്കും, ഇവരെ സ്കൂളിൽ വിടാൻ പഠിപ്പിക്കും. ഇദ്ദേഹം കൂലി വേലയ്ക്ക് പോയി കിട്ടുന്ന നാണയം കൊണ്ടുവന്ന് ഇളയവനെ പഠിപ്പിക്കും. പക്ഷെ പഠിച്ചവരൊക്കെ തന്നെ ഈ സഹോദരന്മാരോട് കാണിക്കുന്ന ക്രൂരതകൾ, ഇങ്ങനെ പഠിപ്പിച്ചവരോട് രക്ഷിതാക്കളോട് കാണിക്കുന്ന ക്രൂരതകൾ, അതൊക്കെ നമ്മുടേതായ വ്യക്തി ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കാം. അന്നൊരു പായ മാത്രം ഒരു വിഷയം വീട്ടിൽ കാണും. ആ പായയുടെ നടുഭാഗമൊക്കെ തേഞ്ഞ് കീറിയതായിരിക്കും. ഇപ്പൊ രാത്രി ഉണരുമ്പോൾ ജ്യേഷ്ഠർക്കും അനുജൻ കീറിയ പായലാണോ കിടക്കുന്നത്, അതോ പായയിൽ ഉരുണ്ട് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവനറിയാതെ അവനെ ഉരുട്ടി പായലോട്ട് കെട്ടി കിടക്കും. ജ്യേഷ്ഠൻ വെളിയിലൊക്കെ കിടക്കും. ഇത്തരത്തിൽ സഹോദര സ്നേഹത്തിന്റെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നിങ്ങളുടെയൊക്കെ മുതിർന്നവരുടെ ഒക്കെ ജീവിതത്തിൽ കാണും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ രാമായണം 3 അമ്മമാരുടെ 4 മക്കളുടെ കഥയാണ്. നമുക്കറിയാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ